ഗൈസ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താഴെ ചെന്നിട്ട് ഓട്ടോ പിടിക്കാം. കാരണം ഇന്നലെ നടന്നിട്ടാകാം. ലിഫ്റ്റിൽ പോവാം. തഞ്ചാവൂരിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചാരം ദൈവമേ, ഈ നേരത്തിലൂടെ കുറെ ആൾക്കാരുണ്ടല്ലോ. ഇവിടെ ഈ സമയത്ത് ആരുമില്ലെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട്. ഇവിടെ ആളുണ്ടല്ലോ ഇഷ്ടം പോലെ. നമ്മുടെ പോലെ തന്നെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് തന്നെ വണ്ടികൾ ഇപ്പൊ തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ്സുകളെ. ഇവിടെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞത് നിങ്ങൾ ഏർലി മോർണിംഗ് അമ്പലത്തിൽ ചെന്ന് നോക്ക്, നിങ്ങൾക്ക് ആ ഒരു സൺറൈസ് അതൊരു അടിപൊളിയാണ്. കാരണം ആ ഒരു അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സൺ ഇങ്ങനെ ഇതായിട്ട് നിൽക്കണം നൈസാന്നാ പറഞ്ഞു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപോകാം. ഏറ്റവും വലിയ സംഭവം എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് ആർക്കിടെക്ചർ ഇല്ലേ, അതെടുത്ത് കാണിക്കണ ഒരു അമ്പലമുണ്ട്. കാരണം അത്രയും കൊത്തുപണികളും അത്രയും സെറ്റപ്പിലാണ് ഈ ചോള രാജവംശ അന്ന് ഇത് പണിതേക്കണത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ആയിട്ടൊന്ന് കയറി കാണാം. കാരണം പുറത്തുനിന്ന് തന്നെ നല്ല അടിപൊളിയാണ് ഇങ്ങനെ കാണാൻ. ലൈറ്റ് ഒക്കെ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. 6 മണി വരെ വെയിറ്റ് ചെയ്യും. സമയത്ത് 5:30 5:30. This sculpture is carved out of a single stone. ഇതിൻ്റെ അകത്തുള്ള ഈ വിഗ്രഹവും സിംഗിൾ സ്റ്റോൺ ആണല്ലേ. കിട്ടില്ലോ അല്ലേ. എല്ലാം കണ്ടൊക്കെ ഇറങ്ങി
പക്ഷെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിന്റെ വീഡിയോ എടുക്കാം, പക്ഷെ നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പാടില്ല. എല്ലാം വാങ്ങി ഗാലറി ഫുൾ എടുത്തു, ഡിലീറ്റ് ആക്കി. റീസെന്റ് ഡിലീറ്റഡിലുണ്ടോന്ന് ചോദിച്ച് അതും ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പൊ സംഭവം അടിപൊളി. ഇപ്പൊ അതിന്റെ അകത്തുനിന്ന് പിന്നെ അതിന്റെ അകത്തുനിന്ന് ഇപ്പൊ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ചാർജ് ചെയ്ത് വീണ മേക്കിംഗ് കാണണം, മ്യൂസിയത്തിൽ പോകണം, പിന്നെ എവിടെ പോകാനുള്ള ഒരു സ്ഥലത്ത് പാലസ്, അങ്ങനെ ഒരു സ്ഥലത്ത്. അപ്പോൾ ഗൈസ് കാണാം.